ADGP MR അജിത് കുമാറിന് എങ്ങനെയാണ് സുപ്രധാന പദവിയിൽ തുടരാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കഴിഞ്ഞ 2 ദിവസമായി ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിരുന്നു MR അജിത് കുമാർ എന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ വിവരങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ന്യൂസ് 18. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സരിത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. അതിൽ കൃത്യമായിട്ട് സരിത്ത് പറയുന്നുണ്ട്, പ്രതി സ്വപ്ന സുരേഷിനെ കേരളം വിടാൻ സഹായിച്ചത് MR അജിത് കുമാറാണ്. നേരത്തെ ശിവശങ്കരനാണ് സഹായി എന്ന കാര്യം വ്യക്തമായിരുന്നു. MR അജിത് കുമാറിന് ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ ശിവശങ്കരന്റെ നിർദ്ദേശപ്രകാരം MR അജിത് കുമാറാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കി ലോക്ക്ഡൌൺ സമയത്ത് സ്വപ്നയ്ക്ക് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുവാൻ വഴിയൊരുക്കിയത് എന്ന വെളിപ്പെടുത്തലാണ് സരിത്ത് നടത്തിയിരിക്കുന്നത്. ഇക്കാര്യം സ്വപ്ന സുരേഷ് നിഷേധിച്ചിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ശിവശങ്കരനാണ് ഇങ്ങനെ തന്നെ സഹായിച്ചത് എന്ന കാര്യം സ്വപ്ന നേരത്തെയും പറഞ്ഞതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇക്കാര്യത്തിൽ സഹായിയായി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് തനിക്ക് കിട്ടിയിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് RSSും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു എന്ന കാര്യം അന്വേഷണ സംഘത്തോട് സമ്മതിച്ചതാണ്. ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. അതേസമയം അതിൽ ഒരു അപാകതയും ഇല്ല എന്നാണ് CPMും BJPയും പറയുന്നത്. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂർ വരെ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിക്കുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി. അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്വപ്ന സുരേഷിന് ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് MR അജിത് കുമാർ എന്ന ഷോക്കിംഗ് വെളിപ്പെടുത്തലുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത്. ലോക്ക്ഡൌൺ സമയത്ത് അതിർത്തി കടന്ന് സംസ്ഥാനം വിടാൻ റൂട്ട് മാപ്പ് ഒരുക്കിയത് ADGP, നിഷേധിക്കാതെ സ്വപ്ന. ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ഡെൻ മിസ്റ്റർ MR അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് കാരണം സ്വർണ്ണക്കടത്തിലെ നിർണായക വിവരങ്ങളെന്ന സംശയം ബലപ്പെടുന്നു. അജിത് സഹായിച്ചവർ വെളിപ്പെടുത്തലുമായി വന്നിട്ടും മൗനം തുടർന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വേണമെന്ന് PV അൻവർ. പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും, പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും, അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് MR അജിത് കുമാർ സമ്മതിച്ചതോടെ CPMും BJPയും പ്രതിരോധത്തിൽ. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കൂടിക്കാഴ്ചയെന്ന് ആവർത്തിച്ച് സതീശൻ. നേരെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. RSS നേതാവിനെ ADGP കണ്ടതിൽ എന്താണ് തെറ്റെന്ന് K സുരേന്ദ്രൻ. അല്ല, കണ്ടാൽ എന്താണെന്ന് ADGP ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി, എന്താ അതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? കൂടിക്കാഴ്ച നടത്തിയത് എന്തിനെന്ന ചോദ്യവുമായി CPI. മുട്ടിൽ മരമുറി കേസ് പ്രതികൾക്കെതിരെ പരാതി നൽകി പോലീസ് ഉദ്യോഗസ്ഥർ. മരമുറി കേസിലെ കുറ്റപത്രം തടയാനാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ വ്യാജ പീഡന പരാതി ഉന്നയിച്ചതെന്ന് DYSP VV ബെന്നി. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം. ഒരിക്കലും പോലീസിൻ്റെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. മാമിയുടെ തിരോധാനം അന്വേഷിക്കുന്നത് അട്ടിമറിച്ചത് MR അജിത് കുമാർ എന്ന കുടുംബം. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ പ്രതീക്ഷ. CBI അന്വേഷണം തടയാൻ ശ്രമം നടക്കുന്നുവെന്ന് അഭിഭാഷകൻ. 2002 ജൂണിലെ ആ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് സരിത്ത്. നേരത്തെ
ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ MR അജിത് കുമാറിന് പങ്കുണ്ട് സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് മാപ്പ് ഒരുക്കി കൊടുക്കുന്നതിൽ എന്ന കാര്യം ഇതുവരെ വെളിച്ചത്ത് വന്നിരുന്നില്ല, പരസ്യമായി വന്നിരുന്നില്ല. പക്ഷേ അതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നതാണ്. പക്ഷേ സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുത്തത് MR അജിത് കുമാറാണെന്ന നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സരിത്ത്. ന്യൂസ് 18നോടാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സരിത്ത്. സ്വപ്ന സുരേഷിനും ഒപ്പം സന്ദീപ് നായർക്കും ബംഗളൂരുവിലേക്ക് വഴിയൊരുക്കിയത് അജിത് കുമാറാണ്. ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ശിവശങ്കറാണ് എന്ന കാര്യവും സരിത്ത് പറഞ്ഞിരിക്കുകയാണ്. അതിർത്തി വഴികളിലൂടെ ആ ദിവസം ലോക്ക്ഡൌൺ ആയിരുന്നു. ബംഗളൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് MR അജിത് കുമാറാണ്. എന്ത് പ്രശ്നം നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നതായും സരിത്ത് പറയുന്നു. 2022 ജൂൺ 8 സരിത്തിനെ പിടിച്ചുകൊണ്ടുപോയിരുന്നു പാലക്കാട് നിന്ന്. ഈ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാൻ ഉപദ്രവിച്ചെന്നും സരിത്ത് പറയുന്നു. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റുദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തിയെന്നും സരിത്ത് പറയുന്നു. EDക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്നും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ട്. ഡാൻ കുര്യനുമായാണ് സരിത്ത് സംസാരിച്ചത്. അതിലേക്ക് ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ് ഈ MR അജിത് കുമാർ. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ഇതായിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം. അപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ അറസ്റ്റ് സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ. ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങൾ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിനെ കൊണ്ട് ഞാൻ എല്ലാ സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. എന്നായിരുന്നു M ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു? അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിനെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം. നിങ്ങൾ ഈ പോകുന്ന വഴി, നിങ്ങളല്ല സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ടിൽ വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളും. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു ലേബൽ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ. അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കേണ്ട കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീല് കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ അപ്പൊ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ. പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിൽ മാത്രം ഒതുങ്ങിയിരുന്ന വിവാദങ്ങളാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിലേക്ക് കൂടി ഇപ്പോൾ നീളുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ശിക്ഷ അനുഭവിച്ച കേസിലെ പ്രതികളിൽ ഒരാളായ UI കോൺസുലേറ്റിന്റെ
മുൻ PRO കൂടിയായ PA സരിത്താണ് ഈ വിവാദ വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ പുറത്തെത്തിച്ചിരിക്കുന്നത്. അതായത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിന്നിരുന്ന സമയത്ത് ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ കസ്റ്റംസ് ഈ നയതന്ത്ര ബാഗേജിൽ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിന് പിന്നാലെ സ്വപ്ന സുരേഷും സന്ദീപ് നായരും സ്വപ്നയുടെ കുടുംബവും അവരുടെ അഡ്വക്കേറ്റും തിരുവനന്തപുരത്ത് നിന്ന് പോലീസിന്റെ അതീവ സുരക്ഷാ പരിശോധനകൾക്കിടയിൽ എങ്ങനെ ബംഗളൂരുവിലേക്ക് സുരക്ഷിതമായി കടന്നുവെന്ന ചോദ്യം അന്നു മുതൽ തന്നെ ഉയർന്നു കേട്ടിരുന്നതാണ്. അതിലെ ദുരൂഹതകളാണ് ഇപ്പോൾ മറനീക്കിയിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശം, അതായത് വർക്കലയിലെ റിസോർട്ടിലേക്ക് പോകാനും റിസോർട്ടിൽ അഡ്വക്കേറ്റിനെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ബംഗളൂരുവിലേക്ക് അതിർത്തി വഴി കടക്കാനും വഴിയൊരുക്കിയത് ശിവശങ്കറിന് MR അജിത് കുമാർ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്നാണ് സരിത്ത് ന്യൂസ് 18ലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ജയിലിൽ വെച്ച് പൂജപ്പുര ജയിലിൽ വെച്ച് സരിത്തിനൊപ്പം കഴിഞ്ഞിരുന്ന സന്ദീപ് നായർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായി മൊഴി നൽകാൻ പ്രേരിപ്പിച്ചുവെന്നും പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ മൊഴി നൽകിയാൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ജയിലിൽ ഒരുങ്ങുമെന്നും തനിക്ക് ലഭിച്ച സൗകര്യങ്ങൾ അതിന് ഉദാഹരണമാണെന്നും സന്ദീപ് നായർ സരിത്തിനോട് പറഞ്ഞതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സരിത്ത് ഇതിന് വഴങ്ങാതെ വന്നപ്പോൾ അന്നത്തെ ജയിൽ സൂപ്രണ്ടും മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ അവർ സംസ്ഥാന സർക്കാരിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിൽ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ സരിത്തിന്റെ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ന്യൂസ് 18ലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുന്ന പ്രതികരണം. MR അജിത് കുമാറും ശിവശങ്കറും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു. പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ആവശ്യമായി വന്നാൽ അജിത്ത് അത് നോക്കിക്കൊള്ളുമെന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപ് നായരെയും നേരത്തെ തന്നെ ശിവശങ്കർ അറിയിച്ചിരുന്നുവെന്നുമാണ് സ്വപ്നയും സരിത്തും ന്യൂസ് 18ലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എങ്ങനെയാണ് ഇവർ സുഗമമായി ബംഗളൂരുവിലേക്ക് എത്തിയത് എന്ന ഏറ്റവും ദുരൂഹതയുണർത്തുന്ന ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരമായി മാറുകയാണ് സരിത്ത് ന്യൂസ് 18ലൂടെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. ഇനി ഒരു കാര്യത്തിൽ മാത്രമാണ് സംശയം ബാക്കിയാകുന്നത്. NIA അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ശിവശങ്കറുമായി ബന്ധപ്പെട്ട ഈ കേസിലെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണ പരിധിയിലേക്ക് സരിത്ത് ഇപ്പോൾ ന്യൂസ് 18ലൂടെ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് ഉത്തരവിടുവോ അത്തരമൊരു അന്വേഷണത്തിനുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. അതോടൊപ്പം അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി നേതൃത്വം നൽകുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ അന്വേഷണ പരിധിയിലേക്ക് സ്വപ്നയും സരിത്തും ഇപ്പോൾ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ കൂടി കടന്നുവരുമോ എന്നതാണ് ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ADGP MR അജിത് കുമാറിനെതിരെ. ഈ സംഭവം നടക്കുമ്പോൾ അന്ന് വിജിലൻസിന്റെ മേധാവിയായിരുന്ന MR അജിത് കുമാറിന് ഈ കേസ് അന്വേഷണവുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്നതാണ്. എന്നിട്ടും എന്തിന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ബംഗളൂരുവിലേക്ക് രക്ഷപ്പെടാൻ കേരള പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കി കൊടുത്തു MR അജിത് കുമാർ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതോടൊപ്പം തന്നെ വിജിലൻസ് സംഘം എന്തിനാണ് സരിത്തിനെ കസ്റ്റഡിയിലെടുത്തതെന്നും ചോദ്യമുണ്ട്. ഈ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയായിരുന്നു അന്നൊരു അന്വേഷണം നടന്നതും വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റിയതും. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് ADGP ലോ ആൻഡ് ഓർഡർ എന്ന പദവിയിലേക്ക് MR അജിത് കുമാർ തിരിച്ചെത്തുകയായിരുന്നു. ഇപ്പോഴും ഇതേക്കുറിച്ച് മൗനത്തിലാണ് മുഖ്യമന്ത്രി. ശിവശങ്കറിന് നിർദ്ദേശം നൽകിയത് ADGP അജിത് കുമാർ എന്ന് സന്ദീപ് പറഞ്ഞതായാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. എന്തായാലും MR അജിത് കുമാർ തന്നെ സഹായിച്ചു എന്നുള്ള കാര്യം സ്വപ്ന സുരേഷ് നിഷേധിച്ചിട്ടില്ല. സ്വപ്ന സുരേഷ് ന്യൂസ് 18നുമായി സംസാരിച്ചു. സന്ദീപിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ശിവശങ്കർ സാറിൻ്റെതായിരുന്നു. അത് ശിവശങ്കർ സാറിന് കിട്ടിക്കൊണ്ടിരുന്ന ഇൻസ്ട്രക്ഷൻ ഈ പറയുന്ന ADGP വിജിലൻസ് ദെൻ മിസ്റ്റർ MR അജിത് കുമാർ എന്ന് സന്ദീപ് ജയശങ്കറിനോട് പറയുന്നതും എന്നോട് ഇടയ്ക്ക് പറയുന്നതുമായിട്ട് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷെ I wasn't very sure or I didn't know this gentleman personally, so I never wanted to bring his name. All I know or trusted was ശിവശങ്കർ sir. അപ്പൊ ഇപ്പൊ മിസ്റ്റർ MR അജിത് കുമാറിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോ നമ്മൾ പരസ്പരം ഇരുന്ന് ഡിസ്കസ് ചെയ്തു. ദിസ് വാസ് ദ ജെന്റിൽമാൻ ഹു വാസ് ഹെൽപ്പിംഗ് ശിവശങ്കർ സർ. ബിക്കോസ് ഫോർ അസ് MR അജിത് കുമാർ കിഡ്നാപ്പിംഗ് കേസിൽ തന്നെ സരിത്തിനെ കിഡ്നാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് HRDS ജോലി നഷ്ടപ്പെട്ടു. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്റെ പേരിൽ കേസും ഉണ്ടായി.
അപ്പൊ പിന്നെ ഇത്രയും പവർഫുള്ളായ ഒരു MR അജിത് കുമാർ, അതും പേഴ്സണലി നമ്മൾ സംസാരിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്തിനാണ് ഇൻവൈറ്റ് അൺവാണ്ടഡ് ട്രബിൾ? ബിക്കോസ് പുള്ളിക്കാരൻ പോലീസിലാണ്. MR അജിത് കുമാറിന്റെ പേര് നേരിട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷേ ശിവശങ്കർ വഴിയുള്ള നിർദ്ദേശം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് സ്വപ്ന സുരേഷ് സമ്മതിക്കുകയാണ്. സ്വപ്നയെ കേരളം വിടാൻ സഹായിച്ചത് ADGP MR അജിത് കുമാറാണെന്നുള്ള വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് PV അൻവർ ആവശ്യപ്പെട്ടു. ഞാൻ അന്വേഷണത്തിന് പോകണം. അല്ല, അത് അന്വേഷിക്കണം. അജിത് കുമാറിന് അങ്ങനെ പലതും ഉണ്ടാവും, അത് അന്വേഷിക്കണം. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവർ MLAയുടെ മൊഴിയെടുക്കൽ ഇപ്പോൾ തുടരുകയാണ്. തൃശൂർ DIGയാണ് മൊഴിയെടുക്കുന്നത്. പുതിയ ആരോപണവുമായി PV അൻവർ രംഗത്തെത്തിയിട്ടുണ്ട്. മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുൻപാണ് അൻവർ മാധ്യമങ്ങളെ കണ്ടത്. പ്രതിപക്ഷ നേതാവിന് RSSുമായി ബന്ധമുണ്ടെന്നാണ് അൻവർ പറയുന്നത്. പ്രതിപക്ഷ നേതാവും ADGPയും തമ്മിലും ബന്ധമുണ്ട്. ADGP എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് MR അജിത് കുമാറിനെ കുറിച്ചാണ്. നേരത്തെ VD സതീശിനെതിരെ ആരോപണം ഉന്നയിച്ചയാളാണ് PV അൻവർ. പുനർജനി കേസ്, VD സതീശിനെതിരെയുള്ള പുനർജനി കേസ് അട്ടിമറിച്ചു എന്നും PV അൻവർ പറയുകയാണ്. പുനർജനി കേസ് EDക്ക് വിടട്ടെ എന്ന് പറയാൻ VD സതീശിന് ധൈര്യമുണ്ടോ എന്നും PV അൻവർ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ EDക്ക്, എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധമുണ്ട്, ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല, ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല, ED അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ. എന്താ എഴുതി കൊടുക്കാത്തത്? വെല്ലുവിളിക്കുന്നു. പിണറായിയെ പേരിൽ ഈ RSSനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക. ഒന്ന് എഴുതി കൊടുക്കട്ടെ, പുനർജനി കേസ് ED അന്വേഷിക്കണമെന്ന്. അത് തന്നെയാണ് വിഷയം. പോലീസിനെതിരെ വീണ്ടും ആരോപണം ഉന്നയിച്ചു PV അൻവർ. പീഡന പരാതി നൽകിയ വീട്ടമ്മയ്ക്ക് എന്തുകൊണ്ട് നീതി കിട്ടിയില്ല, പോലീസ് എന്തുകൊണ്ട് FIR ഇടാൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യവും അൻവർ ഉന്നയിക്കുകയാണ്. ഇടതുപക്ഷ MLA ആയ കൊല്ലത്തെ മുകേഷ് MLAക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ, ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു FIR ഇട്ടല്ലോ കുഴപ്പം? FIR ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. FIR എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താൽ? IG-യുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ MLA എതിരെ ഏതെങ്കിലും ഒരു എന്റെ പേരിലും പറയാലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് SPക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. തൃശൂരിൽ PV അൻവർ മൊഴി നൽകുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, നേരത്തെ തന്നെ അൻവർ പറഞ്ഞിട്ടുണ്ട് ഹെഡ് മാസ്റ്ററെ കുറിച്ച് അന്വേഷിക്കാൻ സഹപ്രവർത്തകരായ അധ്യാപകരെയും പ്യൂണിനെയും ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന്. അത് ഇതേ അന്വേഷണ സംഘത്തെക്കുറിച്ചാണ് അൻവർ ചോദിച്ചത്. ഇപ്പോൾ അതേ അന്വേഷണ സംഘത്തിന് മുന്നിൽ അൻവർ മൊഴി കൊടുക്കുകയാണല്ലോ. ഇന്നലെ പരാതി തന്നെ അദ്ദേഹം പുറത്തുവിട്ടതാണ്, എന്തൊക്കെ മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പറഞ്ഞുവെന്ന്. അപ്പോൾ ആ കാര്യങ്ങൾ അതേപടി ബോധിപ്പിക്കുക, അതാണോ അൻവർ ഉദ്ദേശിക്കുന്നത്? പക്ഷേ അപ്പോഴും അന്വേഷണ സംഘത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ടോ? ഇന്നലെ വൈകുന്നേരം ഇതേ ഗസ്റ്റ് ഹൗസിൽ, മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ഇരുന്നാണെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ നാളെ താൻ മൊഴി കൊടുക്കുന്നു എന്ന വിവരം പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ഇന്ന് തൃശ്ശൂർ DIGക്ക് മുമ്പാകെ അദ്ദേഹം ഹാജരായി, അദ്ദേഹം നൽകിയ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തുകയാണ്, അതിൻ്റെ തെളിവ് കൈമാറുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് സ്വർണ്ണക്കടത്ത് കേസും ഒന്ന് ഇടവണ്ണയിലെ പ്രധാൻ ബേസിൽ വധക്കേസുമാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അദ്ദേഹം
1 മണിക്കൂറിലധികം സമയം എടുത്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വീണ്ടും ഈ ഒരു മൊഴി രേഖപ്പെടുത്തുമ്പോൾ നൽകും എന്നാണ് അറിയുന്നത്. അതിനപ്പുറമെ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ഫോൺ സംഭാഷണങ്ങൾ, രേഖകൾ ഇതെല്ലാം തന്നെ കൈമാറുമെന്നാണ് അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആരോപണം അത് ഒരു ഇടതുപക്ഷ ശൈലിയല്ല, ഇടതുപക്ഷ പാർലമെന്ററി രീതിയല്ല എന്ന് പൂന്നി മാഷ് പറഞ്ഞപ്പോൾ അതെൻ്റെ സ്വന്തം ശൈലിയാണ്, ഞാനൊരു വ്യക്തി സ്വാതന്ത്ര്യം എടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു പരാതി ഇത് 1 മാസത്തിനകം അന്വേഷിച്ച് നടപടിയെടുക്കും, തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള തെളിവുകളാണ്. എന്തെല്ലാം തെളിവുകൾ അദ്ദേഹം ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം സുജിത് ദാസുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ ഇതിനോടകം തന്നെ പുറത്തുവിട്ടതാണ്. അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ശബ്ദരേഖകളോ മറ്റ് തെളിവുകളോ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങൾക്ക് പുറത്തുവിടാത്ത, മാധ്യമങ്ങൾക്ക് മുമ്പിൽ തരാത്ത എന്തെല്ലാം തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുന്നു എന്നുള്ളതാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ശരിയാണ് അനുമോദ്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി കൊടുക്കുകയാണ് PV അൻവർ. അതേസമയം പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പുനർജനി കേസ് അട്ടിമറിച്ചു എന്നാണ് PV അൻവർ പറഞ്ഞത്. ED അന്വേഷണത്തിന് തയ്യാറുണ്ടോ എന്നും VD സതീശനോട് ചോദിച്ചിരുന്നു PV അൻവർ. അതോടൊപ്പം തന്നെ RSSുമായി VD സതീശന് ബന്ധമുണ്ട് എന്നുള്ള ആരോപണവും PV അൻവർ ഉന്നയിച്ചിരുന്നു. അതിനുള്ള സതീശന്റെ മറുപടി. ഞാൻ അതിനൊക്കെ മറുപടി പറയണം. ഒന്നാമത്തെ കാര്യം, പുനർജനി കേസിൽ ED അന്വേഷണം നടത്തുന്നുണ്ട്. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിലെ പരാതിക്കാരനെ 3 പ്രാവശ്യം വിളിപ്പിച്ചില്ലേ? ആ പരാതിക്കാരനെ അകത്തേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ? EDയുടെ ഓഫീസിലേക്ക് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ബൈറ്റ് തന്നിട്ടുണ്ടല്ലോ. അന്വേഷണം നടക്കുന്നുണ്ട്. ഇനി അൻവർ എനിക്കെതിരായിട്ട് അസംബ്ലിയിൽ ഒരു ഭയങ്കര ആരോപണം ഉന്നയിച്ചു. 150 കോടി രൂപ ഞാൻ മറ്റേ മീൻ വണ്ടിയിൽ കൊന്നു. അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടി ED അന്വേഷിച്ചോട്ടെ. അൻവർ ഒരു പരാതി EDക്ക് കൂടി കൊടുത്തു. അതും ED അന്വേഷിച്ചോട്ടെ. ഇത് മാത്രമല്ല, ഇത് അന്വേഷിക്കുന്നുണ്ട് ED. അതുകൂടി അന്വേഷിച്ചോട്ടെ. 150 കോടിയുടെ ആരോപണം കൂടി ED അന്വേഷിച്ചോട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം ഇപ്പോഴും കൊഴുക്കുന്നത് RSS മുഖ്യമന്ത്രി ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണമാണ്. അത് പ്രതിപക്ഷമാണ് ഉന്നയിക്കുന്നത്. UDF ആണ് ആ വിഷയം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ BJPയും അതോടൊപ്പം തന്നെ CPMും പ്രതിരോധത്തിലാണ്. CPI ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ ADGP MR അജിത് കുമാർ 2023 മെയ് 22 സന്ദർശിച്ച് ആ വിഷയമാണ് വലിയ വിവാദമായി മാറുന്നത്. അതുമാത്രമല്ല, MR അജിത് കുമാർ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് സഹപാഠിയായ RSS പ്രചാരക് ജയകുമാറിനോടൊപ്പമാണ് ദത്താത്രേയ ഹൊസബളയെ സന്ദർശിച്ചത്. അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നു, സഹപാഠിക്കൊപ്പം പോയി കണ്ടതാണ് എന്നുള്ള വിശദീകരണമാണ് MR അജിത് കുമാറിന് ഇക്കാര്യത്തിൽ ഉള്ളത്. എന്തായാലും ഇക്കാര്യം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് CPMനെ മാത്രമല്ല, അത് BJPയെയുമാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് RSSന്റെ സമുന്നത നേതാവുമായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയത് ADGP MR അജിത് കുമാർ എന്നുള്ള ആരോപണം കോൺഗ്രസ് ശക്തമാക്കുകയാണ്. ഇന്ന് VD സതീശൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMും BJPയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSന്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJPയും CPMുമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. തൃശൂർ പൂരം കലക്കുന്നതിന് വേണ്ടിയാണ് RSSുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അത് സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാനാണ്. ഈ ആരോപണത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് KC വേണുഗോപാലും ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരു വിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഞങ്ങളെ കണ്ടു, ഇന്ന കാര്യത്തിലാണ് കണ്ടത്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ, വ്യക്തമല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ
അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് BJPയുടെ മറുപടി വന്നിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തുന്നതിൽ എന്ത് തെറ്റാണ് ഉള്ളതെന്നാണ്. അതിന് മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ നേതാവിനെ വന്നു കണ്ടതിൽ ഒരു ഗൂഢലക്ഷ്യവും ഇല്ല എന്നാണ് BJPയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. അതേസമയം CPI ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. എന്തിനാണ് ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത്? അതിന് തൃശൂർ പൂരം കലങ്ങിയതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്ന് CPI ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മന്ത്രി MB രാജേഷ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്നലെ MV ഗോവിന്ദൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിലൊരു ദുരൂഹതയുമില്ല. ഒരു ഉദ്യോഗസ്ഥൻ RSSന്റെ ഒരു നേതാവിനെ കാണുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പം എന്ന് തന്നെയാണ് MB രാജേഷും ചോദിച്ചത്. അതേസമയം ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഇക്കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. VV വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. RSS നേതാവ് ദത്താത്രേയ ഹൊസബലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ സമ്മതിക്കുമ്പോൾ വിവാദവും കനക്കുകയാണ്. ഈ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ദുരൂഹത ആരോപിച്ചു. മാത്രവുമല്ല, തൃശൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഒരു ഭാഗത്തെ ആളിനെ വ്യക്തമായി ഇനി തൃശൂർ പൂരം കലക്കിയതിന്റെ മറുവശത്തെ ആൾ ആരാണ് എന്ന് അറിയേണ്ടതുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ? ഇപ്പോൾ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പോൾ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയും ചെയ്തു. 2024 ഏപ്രിൽ മാസത്തിലെ പൂരവുമായി ബന്ധപ്പെട്ട് ദത്താത്രേയ ഹൊസബളയും ADGPയും തമ്മിൽ ചർച്ച നടത്തി എന്നുള്ള വാർത്ത VD സതീശൻ പറഞ്ഞപ്പോൾ അത് ഉണ്ടയില്ലാവടിയാണ്. രണ്ടും ഉണ്ടയില്ലാവടിയാണ്. ഒരു കാര്യമില്ലാതാണ് VD സതീശൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ? 23-ൽ കൂടിക്കാഴ്ച നടത്തിയ ആള് 24-ലെ പൂരം കലക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ല, കണ്ടാൽ എന്താണെന്ന് ADG ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്? ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി. എന്താ അതിൽ ഇത്ര ആനക്കാരിയിരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നു? കേരളത്തിന്റെ ചുമതലയുള്ള BJP പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പേരിലാണ് EP ജയരാജൻ ഏറ്റവും ഒടുവിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് ദിവസം ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് വാർത്താസമ്മേളനം നടത്തി വെളിപ്പെടുത്തുകയും ചെയ്തു. PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതിന്മേൽ ഇപ്പോൾ സർക്കാരിന്റെ അന്വേഷണം തുടരുകയാണ്. അൻവർ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിക്കുകയും ചെയ്യുന്നു. ADGP അജിത് കുമാറിന് കൊലപാതകത്തിൽ പങ്കുണ്ട്, സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ട്, മാഫിയ സംഘങ്ങളുമായും ലഹരികടത്ത് സംഘങ്ങളുമായും ബന്ധമുണ്ട് തുടങ്ങി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. അതേസമയം തന്റെ സത്യസന്ധത മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബോധ്യപ്പെടുത്താനാണ് അജിത് കുമാർ ശ്രമിക്കുന്നത്. ദത്താത്രേയയെ കണ്ടത് അത് സ്വകാര്യ കൂടിക്കാഴ്ച എന്ന വിവരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അജിത് കുമാർ അറിയിച്ചിട്ടുള്ളത്. VV വിനോദ്, News 18 തിരുവനന്തപുരം. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് RSS നേതാവിനെ ADGP കണ്ടത് എന്നുള്ള വാദം തള്ളുകയാണ് മന്ത്രി MB രാജേഷ്. RSSന് മുഖ്യമന്ത്രിയോടുള്ള ശത്രുതയും CPMുമായുള്ള എതിർപ്പും അറിയാവുന്നതാണല്ലോ എന്നാണ് MB രാജേഷിന്റെ വാദം. ADGP CPM നേതാവല്ലെന്നേ. എത്രയോ ഉദ്യോഗസ്ഥന്മാർ നോക്കൂ, അല്ല എത്രയോ ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം ഒറ്റയ്ക്ക് ആരെ കാണാൻ പോകുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ വരുന്ന കാര്യമില്ല. ഇപ്പൊ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ആസൂത്രിതമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വളരെ വലിയ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള പ്രചരണമാണ്, സംഘടിതമായ. അത് നടക്കട്ടെ, ഞങ്ങളതിനെ നേരിട്ടുകൊണ്ട് പോകും. ആരെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് 2 കോടി വിലയിട്ടത് RSS ആണ്. അത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയാണ്. അത് ഓർക്കണം. അത് അടുത്ത കാലത്താണല്ലോ. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ADGPയെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. RSSും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പാലമാണ് MR അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ
ചുമതലയുള്ള ADGP ഒരു സ്വകാര്യ വാഹനത്തിൽ പോയി RSS നേതാവുമായി 1 മണിക്കൂർ ചർച്ച ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉള്ളത്? അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയിട്ടുള്ള സന്ദർശനമാണ്. ഇത്രയും ദിവസമായിട്ടും ഇത് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാത്തത്? ADGPയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിന് വേണ്ടി BJPയുമായി സംഭാഷണം നടത്തുന്ന, ധാരണയുണ്ടാക്കുന്ന ADGP ആയതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്നത്? തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ രഹസ്യധാരണയാണ്. ഈ രഹസ്യധാരണയുള്ളതുകൊണ്ടാണ് BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കൊള്ളരുതായ്മകൾ, അഴിമതികൾ, അതിന്റെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ധാരാളം അഴിമതിയും കൊള്ളകളും ഇനിയും പുറത്തു വരാനുണ്ട്. അതിന് വരും ദിവസങ്ങൾ പുറത്തു വരികയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ADGP MR അജിത് കുമാർ മുതിർന്ന RSS നേതാവ് രാം മാധവിനെയും സന്ദർശിച്ചിരുന്നു. ഇക്കാര്യം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിലാണ് ഉള്ളത്. കോവളത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. നേരത്തെ ദത്താത്രേയ ഹൊസബളയുമായി ADGP MR അജിത് കുമാർ 2023 മെയ് മാസം 22-ാം തീയതി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിവാദമായി മാറുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ADGP മുതിർന്ന RSS നേതാവ് രാം മാധവിനെ കേരളത്തിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ള കാര്യം. ഇതും വലിയ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ VV വിനോദ് ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഈ ദത്താത്രേയ ഹൊസബളയെ സന്ദർശിച്ച സമയത്തും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന്. തൊട്ട് പിറ്റേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നതാണ്. അപ്പോൾ ഈ കോവളത്തെ കൂടിക്കാഴ്ചയെക്കുറിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിരുന്നു സർക്കാരിനെ എന്നുള്ള കാര്യം വ്യക്തമാണല്ലോ. എന്നായിരുന്നു കൂടിക്കാഴ്ച? മഞ്ജുഷ്, RSS നേതാവ് രാം മാധവുമായും ADGP അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ADGPയുടെ നടപടികൾ കൂടുതൽ വിവാദത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ്. സർക്കാർ ചുമതലപ്പെടുത്താതെ എന്തിന് ADGP ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തി? സർക്കാരിലെ തന്നെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ നിർദ്ദേശിച്ചതാണോ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച? ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു ADGP അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഒന്നിൽ കൂടുതൽ RSS നേതാക്കളെ അവർ കേരളത്തിലെത്തുമ്പോൾ സ്വകാര്യമായി സന്ദർശിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? പോലീസിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ DGP ആണ് അക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം സർക്കാർ തലത്തിൽ നിർദ്ദേശിച്ചാൽ അത് നടത്തേണ്ടതും. അതിനപ്പുറത്തേക്ക് ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGP സ്വന്തം നിലയ്ക്ക് അത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ ഇങ്ങനെ RSS നേതാക്കളെ കാണുന്നതിന്റെ ആവശ്യം എന്താണ്? 1 മണിക്കൂറിലധികം ഇപ്പോൾ ദത്താത്രേയയുമായി ചർച്ച നടത്തിയത് എന്തിന്? അതിനപ്പുറത്തേക്ക് രാം മാധവുമായി 2 തവണ കോവളത്ത് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്നിലേറെ തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടല്ലേ രാം മാധവുമായിട്ട്? എന്താണ് രാം മാധവുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ MR അജിത് കുമാറിനുള്ള താല്പര്യം? അത് മാത്രമല്ല, RSS നേതാക്കളെ പലരെയും അദ്ദേഹം കാണുകയാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജയകുമാർ എന്ന RSS പ്രചാരകുമായിട്ട് തനിക്ക് നല്ല ബന്ധമാണ്, അദ്ദേഹം തന്റെ സഹപാഠിയാണ് എന്നുള്ളതാണല്ലോ. ഇത് കാര്യം ജയകുമാറും പറഞ്ഞിട്ടുണ്ട്. ഈ RSSന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും ജയകുമാർ ചില അടുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ളതായി അറിയുന്നത് MR അജിത് കുമാർ സഹപാഠിയാണ്. അതുകൊണ്ട് തന്റെ കാറിൽ പോയി ദത്താത്രേയ ഹൊസബളയെ കാണുകയായിരുന്നു. പാറമേക്കാവിൽ RSSന്റെ ക്യാമ്പ് നടക്കുമ്പോൾ 2023 മെയ് 22-ാം തീയതി. അതിനപ്പുറം ഒന്നുമില്ല എന്നാണ്. പക്ഷേ ഈ രാം മാധവിനെയും കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ദുരൂഹതകൾ വരികയാണല്ലോ. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്റലിജൻസ് സംവിധാനം ശക്തമായ കേരളത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ആ ബ്രീഫിംഗ് മുഖ്യമന്ത്രിക്ക് കിട്ടുന്നതാണല്ലോ. തീർച്ചയായും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. കാരണം ഒരു ADGP, അതായത് ADGP ഈ സമീപകാലങ്ങളിൽ ചെയ്യുന്ന തിടുക്കപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം വഴിവിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നു. അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ടാണോ ഈ കാര്യം വെളിപ്പെടേണ്ടതുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ആവശ്യം. ബിനോയ് വിശ്വം ഉന്നയിക്കുന്ന കാര്യം അതാണ്. കേരളത്തിനും CPIക്കും അറിയേണ്ടതുണ്ട് ആരാണ് ADGP ഇതിന് ചുമതലപ്പെടുത്തിയത്, ADGP എന്താണ് സംസാരിച്ചത്. ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെയാണ്.
ഒന്നിൽ കൂടുതൽ തവണ ഒന്നിൽ കൂടുതൽ RSS നേതാക്കളുമായി എന്ത് കാര്യത്തിനാണ് ADGP അജിത് കുമാർ ചർച്ച നടത്തിയത്. അദ്ദേഹത്തിന്റെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ, അദ്ദേഹം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അമിതാവേശം കാണിച്ച് ഈ ഫോൺ പിടിച്ചെടുക്കുകയും ചരിത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത് പിന്നീട് വിജിലൻസ് സ്ഥാനം തന്നെ തെറിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ADGP ആയി, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ADGP ആയി താരതമ്യേന അപ്രധാനമായ ഒരു തസ്തികയിലേക്ക് പോകുന്നു. എന്നാൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ADGP, അതായത് നേരത്തെ ഉത്തരമേഖല ദക്ഷിണ മേഖല ADGP-മാരുണ്ടായിരുന്നെങ്കിൽ ആ തസ്തിക ഏകീകരിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ് ADGP ലോ ആൻഡ് ഓർഡർ എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു തസ്തികയിലേക്ക് വരികയാണ്. പലപ്പോഴും DGPക്ക് മുകളിലേക്ക് പോയി അദ്ദേഹം ഉത്തരവുകൾ ഇറക്കുന്ന സാഹചര്യം, DGP തന്നെ അതിനെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം. ആരാണ് വിനോദ്, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന സംഘമുണ്ടല്ലോ, അത് ADGP ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെയാണല്ലോ, ആ സംഘത്തോടാണല്ലോ ADGP സമ്മതിച്ചിരിക്കുന്നത്. ദത്താത്രേയ ഹൊസബളയുമായിട്ട് പാറമേക്കാവിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. അവിടെ പോയത് തൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാറിലായിരുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചതാണല്ലോ. അവിടെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ് പോയത്. ഈ രാം മാധവിൻ്റെ കാര്യത്തിലും അത്തരമൊരു, ഞാൻ ഇപ്പോൾ വിനോദിലേക്ക് വരാം. ഇപ്പോൾ BJP നേതാവ് ശ്രീ B ഗോപാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ശരി, ഒറ്റവാക്കിൽ പറയാം, എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് RSSന്റെ നേതാക്കളെ കാണുന്നതിൽ തെറ്റുള്ളത് എന്നുള്ള കാര്യം? ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബളയെ മാത്രമല്ല രാം മാധവിനെയും സന്ദർശിച്ചിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ADGP MR അജിത് കുമാർ എന്നുള്ളതാണ്. ഇപ്പോഴും താങ്കൾക്ക് ഇക്കാര്യത്തിൽ അതെന്താണ് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കാണുന്നതിൽ എന്ത് തെറ്റാണ് എന്നേ പറയാൻ തോന്നുന്നുള്ളൂ? MV ഗോവിന്ദനെ RSSന്റെ ശിബിരത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ MV ഗോവിന്ദനെ RSSുമായി ബന്ധിപ്പിക്കാനോ ഞങ്ങൾ ശ്രമിക്കും. ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSS പ്രവർത്തിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ്. RSS നിരോധിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. ഒരാളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചന ചെയ്യാനാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ പറയുന്ന ആൾ വേണം ആ ഗൂഢാലോചന വെളിയിൽ വിടാൻ. അല്ലാതെ ഞങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം പറയണേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ADGPയും DGPയും സകല ആളുകളും RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ കൺസെപ്റ്റ് മഞ്ജുഷിന് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെ, RSS നേതാക്കളെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. താങ്കൾ പറഞ്ഞ പോലെ ഒരു നിരോധിത സംഘടനയല്ല RSS. പക്ഷെ ഒരു കാര്യം, ഇന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഈ RSS എന്ന് പറയുന്നത് CPM-നെ ശത്രുപക്ഷത്ത് നിർത്തുന്നവരാണ്. തിരിച്ച് CPM അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളവരാണ് RSS. ഇക്കാര്യവും പറയുന്നത് ആരാണ്? MV ഗോവിന്ദനും അതുപോലെ തന്നെ MB രാജേഷിനെയും പോലുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കാര്യം താങ്കൾ സമ്മതിക്കൂ, ഈ ADGP MR അജിത് കുമാർ എന്നുള്ളയാൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല അദ്ദേഹം വിശ്വസ്തൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ വിശ്വസ്തനല്ലേ. എന്നാൽ നമുക്ക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ മുഖ്യമന്ത്രിക്ക് അല്ലല്ല RSS നേതാവിനെ തന്റെ വിശ്വസ്തൻ കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ RSSുമായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ താങ്കൾക്ക് അതിൽ. ഞാനൊരു കാര്യം പറയട്ടെ, മുഖ്യമന്ത്രിയുടെ കാര്യം പറയാനല്ലോ ഞാൻ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സംഘപരിവാറുമായി ബന്ധപ്പെടുന്ന കാര്യം പറയാനാണ്. ഞങ്ങൾ എല്ലാവരെയും കാണും. അതുകൊണ്ടാണ് ഞാൻ MV ഗോവിന്ദന്റെ കാര്യം പറഞ്ഞത്. എല്ലാവരെയും കാണും. ഇവരെല്ലാം RSSന് 2 പേരേ ഉള്ളൂ. ഇപ്പോൾ RSSുമായി ബന്ധപ്പെടുന്നവരും നാളെ ബന്ധപ്പെടാനുള്ളവരും. അതായത് ഞങ്ങൾക്ക് ആരും ശത്രുക്കളല്ല. CPM-ന് RSS ശത്രുവാണെന്ന് CPM ധരിക്കുന്നുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പെർമനന്റ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ശത്രുക്കളായിട്ട് ആരെയും കാണുന്നില്ല. ഇവരൊക്കെ ഇന്നലത്തെ CPM-കാരാണ്, ഇന്നത്തെ RSS. അങ്ങനെയാണ് ഞാനടക്കം. അപ്പോൾ പിന്നെ എനിക്ക് ശരിയാണ്, ഒരു സൗഹൃദ സന്ദർശനം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ ഈ സമീപകാലത്ത് 2022 മുതൽ നമുക്ക് ഇങ്ങോട്ട് പറയുമ്പോൾ ഇത് നമ്മൾ പൊതുസമൂഹത്തോടാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ശ്രീ B ഗോപാലകൃഷ്ണൻ, സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ സ്വപ്ന സുരേഷിനെ കേരളം വിടാൻ സഹായിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ADGP MR അജിത് കുമാറാണ്. ഇതേ അജിത് കുമാർ RSSുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നയാളാണ്. സ്വാഭാവികമായിട്ടും BJPയുമായിട്ടും ആയിരിക്കും. അതിനുശേഷം MR അജിത് കുമാറിന് എതിരെ ഒരു അന്വേഷണ റിപ്പോർട്ട് വരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം അതിനേക്കാൾ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് ആനയിക്കപ്പെടുകയാണ്. അതും ഇതേ മുഖ്യമന്ത്രി ഭരണത്തിലിരിക്കുന്ന സമയത്ത്. ഇതേ മുഖ്യമന്ത്രിക്ക് അറിയാം RSSുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നയാളാണ് ഈ പറയുന്ന MR അജിത് കുമാർ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്വർണ്ണക്കടത്ത് കേസ് ദുർബലമാകുക എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? മുഖ്യമന്ത്രിയുടെ ആവശ്യമാണ്. അതിലും താങ്കൾക്ക് സംശയമില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു പാലം എന്ന് ആര് സംശയിച്ചാൽ പോലും അതിനെ കുറ്റം പറയാൻ പറ്റുമോ? മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയുടേതാണെങ്കിൽ, BJPയുടേതല്ലാതെ ഒരു പാർട്ടിയുടെ കാര്യമാണെങ്കിൽ താങ്കൾ പോലും അത് പറയുമല്ലോ, അങ്ങനെ ഒരു പാലം സംശയിക്കാമല്ലോ നമുക്കെന്ന്. മഞ്ജുഷ, ഇത്രയും കാലം ബെഹ്റയായിരുന്നു പാലം. ഇപ്പൊ ഒരു ദിവസം കൊണ്ട് ബെഹ്റ മാറി ഇയാൾ പാലമായി.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ വിഷയം എന്താ? ഇവിടെ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പൂരം കലക്കാൻ വേണ്ടി ADGPയുമായി ധാരണ ഉണ്ടാക്കിയെന്നാണ്. അല്ലെങ്കിൽ RSSുമായി ധാരണ ഉണ്ടാക്കാൻ പിണറായി വിജയൻ പൂരം കലക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇയാളെ വിട്ടു, ADGP വിട്ടു എന്നായിരുന്നല്ലോ അൻവറിന്റെയും, എന്നായിരുന്നല്ലോ ഇവരുടെയൊക്കെ വലിയ അവകാശവാദം. ഞാൻ അതിന് വളരെ സിമ്പിളായിട്ട് ചോദിക്കാം, ഇനി ഇവർ കണ്ടു എന്ന് പറയുന്നത് എന്നാ? ഇവർ കണ്ടു എന്ന് പറയുന്നത് 2023 എന്നുവെച്ചാൽ 1 വർഷം മുമ്പ്. ഇനി കണ്ടു എന്ന് പറയുന്നത് 2023 പറയുന്നതല്ല, കണ്ടത്. ഞാൻ ഒരു മിനിറ്റ് അല്ല, കണ്ടതാണ്. കണ്ടു എന്ന് പറയുന്നതല്ലോ, കണ്ടത് തന്നെയല്ലേ? അത് ADGPയാ കണ്ടതെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ കണ്ടു. അത് സ്ഥിരീകരിക്കുന്നുള്ളൂ. അതിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. പാറമേക്കാവിൽ RSSന്റെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡേറ്റ് കറക്റ്റ് ആണ്, 2023 മെയ് 22 അതിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തൊട്ടടുത്ത ദിവസം വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഞാനായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. ADGP പറയുന്നു കണ്ടു എന്നാ. അപ്പൊ ADGP കണ്ടു എന്ന് പറയുന്ന ഡേറ്റ് ADGP തന്നെ പറഞ്ഞോട്ടെ. അത് RSSന്റെ ക്യാമ്പ് അവിടെ നടന്നിട്ടുള്ളത് 2023 ഏപ്രിൽ മെയ് മാസത്തിലാണ് RSSന്റെ ക്യാമ്പ് നടന്നിട്ടുള്ളത്. ഈ 1 വർഷം മുമ്പ് പൂരത്തിന് 1 മാസമോ 2 മാസമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്ത് ഫൂളിഷ്! ഇത് തലയ്ക്ക് വെളിവുള്ള ആളുകൾ ഇത് പറയും. അതങ്ങനെയല്ലല്ലോ, അതിനെ മറ്റൊരു തരത്തിൽ ബന്ധിപ്പിക്കാമല്ലോ ശ്രീ B. ഗോപാലകൃഷ്ണൻ. ഇത് അല്ലല്ല, ഇത് സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു, 2023 മെയ് 22 ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്ന്. തുടർ കൂടിക്കാഴ്ചകളും ഉണ്ടാകാമല്ലോ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് സന്ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് RSSുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് ADGP MR അജിത് കുമാർ, അതായത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ. മുഖ്യമന്ത്രിയുടേത് മാത്രമല്ല മറ്റു പാർട്ടികളുടെയും. അപ്പോൾ അങ്ങനെ ഒരാളെ തുടർന്ന് ഉപയോഗിക്കുവാനായിട്ട് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അതിന് ഇന്ന ദിവസം തൃശ്ശൂർ പൂരം നടക്കുന്നതിന്റെ തലേ ദിവസം എല്ലാവരെയും അറിയിച്ച് പാറമേക്കാവിൽ വന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തണമെന്നില്ലല്ലോ. അത് ലോജിക്കല്ലേ? ഞാൻ ലോജിക്കലായിട്ടാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, 1 വർഷം മുമ്പാണ് കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നത്. അങ്ങനെ നടന്നു എന്ന് പറയുന്നതിന് നടന്നിട്ടില്ല എന്ന വാദം RSS പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സംഘവുമായിട്ട് ബന്ധപ്പെടുന്ന ആളാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിച്ചത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് എ റോങ് എന്നുള്ളതാണ്. അല്ല, അത് പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് വന്നത്. പിണറായി വിജയന്റെ ദൂതുമായിട്ടാണ് വന്നതെങ്കിൽ ആ ദൂത് എന്തായിരുന്നു എന്ന് പറയേണ്ട ചുമതല അതിന്റെ തെളിവ് പ്രഖ്യാപിച്ചവരാണ് എന്ന് പറഞ്ഞാൽ VD സതീശനാണ്. VD സതീശനാണ് ആ ദൂത് എന്താണെന്ന് പറയേണ്ടത്. അല്ല, ഇപ്പോൾ എന്തായാലും ഇത് പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ആരോപണ വിധേയരും പറയാവുന്നതാണ്. ആരോപണ വിധേയർക്കും മറുപടി പറയാം. ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോന്ന്. ആരോപണ വിധേയൻ എന്ന് പറയുന്നത് ഒരാരോപണവും ഞങ്ങളെ ബാധിച്ചിട്ടില്ല. RSSന് എല്ലാവരെയും കാണും. RSSന്റെ സർസംഘചാലക് ഈ കഴിഞ്ഞ വർഷമാണല്ലോ UDFലെ ഏറ്റവും പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ പോയത്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? വളരെ പച്ച വെളിച്ചത്തിൽ പകലാണല്ലോ പോയത് UDFന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവിന്റെ വീട്ടില്. അതെന്തിനാ? അതിനുശേഷം ഉടനെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ പറയാത്തത്? ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ സ്വഭാവം ഞങ്ങൾ ഇവരെ എല്ലാവരെയും കാണും. അതിൽ ഗൂഢാലോചന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകൾ വേണം അത് പറയാൻ. ഞങ്ങൾക്കതിൽ ഗൂഢാലോചനയില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വളരെ പരസ്യമായി പറയുന്നത്, UDFന്റെ ഒരു പ്രമുഖനായ നേതാവിന്റെ വീട്ടിൽ RSSന്റെ സർസംഘചാലക് പകൽ വെളിച്ചത്തിൽ പോയിരുന്നല്ലോ. അത് കഴിഞ്ഞ ഉടനെ ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, ഇതൊക്കെ ആരോപണമായിട്ട് വരുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. കാരണം പകൽ വെളിച്ചത്തിൽ RSSും BJPയും ശത്രുക്കളാണ്, അവർ വർഗീയത പരത്തുന്നവരാണ് എന്ന് പറയുന്ന UDFും LDFും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും കൂടിക്കാഴ്ചകളും നടത്തുന്ന സമയത്ത് അതെന്തായാലും വെളിയിലേക്ക് വരുമ്പോൾ അത് പറയുക തന്നെ ചെയ്യും. നിങ്ങൾക്കും ആഗ്രഹമുണ്ടല്ലോ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നിട്ടുണ്ട് എന്ന് പൊതുസമൂഹം അറിയണമെന്ന്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രഹസ്യമായ ഒരു കാഴ്ചപ്പാടും ഇല്ല. സംഘവും RSSും അനുബന്ധ സംഘടനകളും വളരെ പരസ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനകത്തൊരു രഹസ്യമായ കൂടിക്കാഴ്ചയും ഇല്ല. അതെന്തെങ്കിലും രഹസ്യം ഉണ്ടെങ്കിൽ രഹസ്യമുണ്ട് എന്ന് പറയുന്നവർ വെളിയിൽ വിട്ടോട്ടെ. ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കില്ല രഹസ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാത്ത രഹസ്യം ഞങ്ങൾ വെളിയിൽ പറയാൻ പറ്റുമോ? ശരി ശ്രീ B. ഗോപാലകൃഷ്ണൻ, ശരി ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. എന്തായാലും ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് ഒരു കാര്യം തിരിച്ചു വെക്കട്ടെ മഞ്ജുഷേ. ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷേ, ഞാൻ വളരെ രസകരമായ ഒരു കാര്യം പറയാൻ പോവാ. ഈ ADGP ആണല്ലോ പറഞ്ഞത് ഞാൻ പോയിന്ന്. ഈ ADGP വളരെ ബോധപൂർവമായിട്ടല്ലേ, അതായത് പിണറായി വിജയന് ഇനി ഒരു ചുക്കും ചുണ്ടാകുമ്പോൾ ADGPയെ ചെയ്യാൻ പറ്റില്ല.
TV അൻവർ കൊണ്ടുവന്നിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് RSSന്റെ മറ്റേ സർക്കാർ യുവനെ കണ്ടതല്ല. കൊലപാതകം, ഗോൾഡ് സ്മഗ്ലിങ്, പിടിച്ചുപറി, ഗോൾഡ് ഉറച്ചു നോക്കല്, മറ്റേ ഫോൺ ടാപ്പിങ്, ഇങ്ങനത്തെ മാരകമായ ആരോപണങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഈ ആരോപണങ്ങളുടെ മുമ്പിലേക്കാണ് ഇപ്പൊ നിങ്ങൾ ഈ RSSന്റെ സർക്കാർ യുവനെ കണ്ടു എന്ന് പറഞ്ഞ് വരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കാം, പിണറായി വിജയൻ ഇനി എന്തെങ്കിലും ADGPക്കെതിരെ ചെയ്യാൻ പറ്റുമോ? പിണറായി വിജയൻ ADGPക്കെതിരെ എന്തെങ്കിലും ചെയ്താ ADGP പറഞ്ഞാൽ പോരെ? പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ വാസ്തവത്തിൽ ഇത് താങ്കൾ പറഞ്ഞ സ്വർണ്ണക്കടത്ത് കേസുമുണ്ട്, ഈ PV അൻവർ പറഞ്ഞ സ്വർണ്ണക്കടത്തും അതിനകത്തുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്തിലും ഈ ആരോപണം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നീളാതിരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ADGPയെ വെച്ചുള്ള കളികൾ നടന്നിട്ടുണ്ട്. എവിടെ പോയി? അത് മാത്രമല്ല, എവിടെ പോയി അന്വേഷണം? കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷിച്ചത്? ഇതിനകത്ത് ഏറ്റവും വലിയ സങ്കടം CPIക്കാർക്ക്. സുനിൽകുമാറാ പറഞ്ഞത് ഇപ്പോ ഇത് അങ്ങനെയാണ്, ഇത് RSS കൂടാതെ അങ്ങനെയാണ്. കേരളത്തിലെ പോലീസിന്റെ നിയന്ത്രണം RSSനാണെങ്കിൽ, കേരളത്തിലെ പോലീസ് RSS പറയുന്നത് പോലെയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പോകാൻ പറയാ? പിന്നെ ഈ CPIക്കാരോട് പറയുന്നത് CPI എന്തിനാ പിന്താങ്ങുന്നത്? CPIയോട് രാജിവെക്കാൻ പറയാ. ഈ ആരോപണം RSSന്റെ മുകളിലേക്ക് ഉന്നയിക്കുക. ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് കേരളത്തിലെ പോലീസ്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് പൂരം കലക്കിയത്, ഞങ്ങളാണ് ബാക്കിയെല്ലാം ചെയ്യുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ച് പുറത്തു പോകാൻ പറയേ? ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. ദത്താത്രേയ ഹൊസബളയുമായി മാത്രമല്ല രാം മാധവുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ADGP MR അജിത് കുമാർ എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മാമി തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇതേക്കുറിച്ചുള്ള ഉത്തരവിറക്കിയത്. പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CBIക്ക് വിടണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് DGPയുടെ ഈ ഉത്തരവ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പ്രതികരിച്ചു. MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മാമിയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുമ്പോഴും പോലീസിന്റെ ആദ്യമുണ്ടായ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ തന്നെയാണ് ആ കുടുംബം ആരോപിക്കുന്നത്. പ്രത്യേകിച്ചും SIT കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ശേഷവും ഒരു പുരോഗതിയും കേസിൽ ഉണ്ടാവുകയും ചെയ്തില്ല. മൊഴിയെടുക്കുന്നത് മുതൽ മാമി നടത്തിയ ഇടപാടുകൾ വരെയുള്ള പല കാര്യങ്ങളിലും ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്ക് കുടുംബത്തോട് തന്നെ ചോദിക്കാം, പോലീസിന്റെ ആദ്യഘട്ടത്തിലെ അന്വേഷണം ഒരു തരത്തിലും കൃത്യമായ ദിശയിൽ ആയിരുന്നില്ല പോയത്, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, ആദ്യ ദിവസങ്ങളിൽ അവർ കളക്ട് ചെയ്യേണ്ട കുറേ CCTV വിഷ്വൽസും അതുപോലെ മാമി 21-ാം തീയതി രാവിലെ പല ഗ്രില്ലേറ്റ്സിൻ്റെ അവിടെയൊക്കെ ബീച്ച് സൈഡിലുള്ള ഹോട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ വിഷ്വൽസ് ഒന്നും എന്ത് ചെയ്തില്ല, വേണ്ട രീതിയിൽ അവരെടുത്തിട്ടില്ല. 21-നും 22-നും ഉള്ള വിഷ്വൽസ് ഒന്നും കാര്യമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ക്യാമറ കണ്ണിലും മാമിയെ കണ്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഈ ആധുനിക കാലത്ത്. അപ്പം പിന്നെ 6 മാസം ഒരു ടീം അന്വേഷിച്ചു, ഒരു ഇംപ്രൂവ്മെൻറ്റും ആ കേസിൽ ഉണ്ടായിട്ടില്ല. അപ്പം വീണ്ടും SIT എന്നുള്ള പേരിൽ ആ ടീമും അതിൽ രണ്ടാൾക്കാർ മാത്രമാണ് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ആൾക്കാരുള്ളത്. ബാക്കിയുള്ള 7 പേരും 9 അംഗ ടീമിൽ 7 പേരും പഴയതും 2 പേര് മാത്രമാണ് പുതിയതായിട്ട് ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഫോം ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടും അതിലൊരു അന്വേഷണ പുരോഗതിയും കണ്ടിട്ടില്ല. ഇന്നലെ പിന്നെ മലപ്പുറം SP സാറിൻ്റെ ഒരു ബൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ കണ്ടു നമ്മൾ കേസ് അന്വേഷണം ഒരു വഴിത്തിരിവിലായിരുന്നു നിൽക്കുന്നത്. ആ സമയത്താണ് CBIക്ക് ഇത് കൈമാറാൻ വേണ്ടിക്കൊണ്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം അദ്ദേഹം വെക്കുന്നതെന്നുള്ളത്. ഒരിക്കലും നമ്മളത് വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് ഗ്രൗണ്ട് ലെവൽ അന്വേഷണം ആണ് നടക്കുന്നതെന്നാണ് സാർ പറഞ്ഞത്. പിന്നെ വഴിത്തിരിവ് എന്ന് പറയുന്നത് സാർ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നു തലക്കുളത്തൂരിൽ നിന്ന്. ആ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടത് നമ്മൾ 10 മാസം മുമ്പേ കേട്ടിട്ടുണ്ട്. തലക്കുളത്തൂർ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് 10 മാസം മുമ്പ് കേട്ടു. അതിന്റെ ചുറ്റിപ്പറ്റി ആരൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ടവർ ഡംപിലൂടെ എത്ര സംശയിക്കപ്പെടുന്ന ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നു, അവരെ ഫോളോ ചെയ്തോ, ആ വക കാര്യങ്ങളൊന്നും ഇതുവരെ 10 മാസമായിട്ട് ഒരു ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഒരു പ്രോഗ്രസും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം കേസിൽ അവരിപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് ഉള്ളത്. ഈവൻ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങളെ നാട്ടിൽ ഒരു പണ്ടെന്നോ അദ്ദേഹം കോണ്ടാക്ട് ചെയ്ത ഒരാളെ നോക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരിക്കലും പോലീസിൻ്റെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്.
മാമിയുടെ കുടുംബത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. അതേസമയം മാമിയുടെ തിരോധാനത്തിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നതായി അഭിഭാഷകൻ റഫ്താസ് പി പാറയിൽ പറഞ്ഞു. വിദേശത്ത് നിന്നടക്കം ഓൺലൈൻ കോളുകൾ വരുന്നുണ്ട്. കേസിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. മാമിയുടെ കുടുംബത്തിലും ഭിന്നത ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നാണ് അഭിഭാഷകൻ പറയുന്നത്. സാക്ഷികളിൽ നിന്ന് മൊഴിയെടുത്തതിലും അവ്യക്തതയുണ്ട്. 300-ലധികം മൊഴികൾ രേഖപ്പെടുത്തിയതായാണ് പോലീസ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇവയിൽ പലതും ഫോണിൽ സംസാരിച്ച് മാത്രമാണ് രേഖപ്പെടുത്തിയത്. മാമിയുടെ ഡ്രൈവറെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകൻ പറയുന്നു. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ മലപ്പുറം SP-ക്ക് പരാതി നൽകി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയാനാണ് സ്ത്രീയെക്കൊണ്ട് ഇപ്പോൾ വ്യാജ ആരോപണം ഉന്നയിപ്പിച്ചിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടൻ നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുക്കുന്നത്. രാവിലെ 9 മണിക്ക് പരാതിക്കാരിയെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. നവമി ദിനേശ് ഉണ്ട്. നവമി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മഞ്ജുഷി, ഇന്ന് രാവിലെ 9 മണിക്കാണ് ആലുവയിലെ പോലീസ് ആസ്ഥാനത്ത് ആണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. വനിതാ സെല്ലിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് അവിടെ എത്തി ഈ പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത്. വിദേശത്ത് വെച്ച് നിവിൻ പോളി അടക്കമുള്ള 6 പ്രതികൾ തന്നെ ബലാത്സംഗം ചെയ്തു, അത് സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് വാഗ്ദാനം നൽകി മയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്തതെന്നാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടി തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് നൽകുമെന്നാണ് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയായ പെൺകുട്ടിയെ തനിക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യം നേരത്തെ തന്നെ നിവിൻ പോളി ഈ ഒരു ആരോപണം നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും DGP-ക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ്, തന്നെ ആരോ മനഃപൂർവ്വം കുടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാതിയുമായി രംഗത്തെത്തിയതെന്ന് നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട്. അതും ഈ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുക. വരും ദിവസങ്ങളിൽ നിവിൻ പോളിയുടെയും മൊഴിയെടുക്കും. ശരി, നിവിൻ പോളിക്കെതിരായ പീഡന പരാതിയിലാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നത്. അടൂർ ഇളമണ്ണൂരിൽ ബയോമെഡിക്കൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. IMA ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജനങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു. KU ജനീഷ് കുമാർ MLA, ആന്റോ ആന്റണി MP എന്നിവരും CPM പ്രാദേശിക നേതൃത്വവും എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, എന്താണ് ഈ എതിർപ്പിന് കാരണം? മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ IMA പ്രവർത്തകര് അതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു ഹിയറിംഗ് വെച്ചിരുന്നു. ഈ ഹിയറിംഗിൽ പങ്കെടുത്ത സമയത്താണ് ഇത്തരമൊരു പ്രതിഷേധം ജനങ്ങളുടെ നിന്നുണ്ടായത്. കാരണം ബയോമെഡിക്കൽ പ്ലാന്റ് ഈ പ്രദേശത്ത് സ്ഥാപിച്ചാൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു പ്രതിഷേധം തന്നെ ഈ ഹിയറിംഗ് സമയത്തുണ്ടായിരുന്നു. KU ജനീഷ് കുമാർ MLA, ആന്റോ ആന്റണി MP, ജില്ലാ കളക്ടർ തുടങ്ങിയവരെല്ലാം ഈ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു. IMA ഉദ്യോഗസ്ഥരും ഈ ഹിയറിംഗിൽ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളുടെ എതിർപ്പ് കാരണം റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പോലും IMA ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല. കാരണം പ്രദേശത്ത് ഒരു കാരണവശാലും ജനവാസ മേഖലയാണ്, കുടിവെള്ളമടക്കം മലിനപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുമെന്നാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. MLA-യും അതുപോലെ തന്നെ MP-യും അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്ലാന്റിനെതിരെ പ്രതിഷേധമായി ഇന്ന് രംഗത്ത് വന്നു. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പഠനം നടത്താനൊക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഈ IMA ഉദ്യോഗസ്ഥർ. അത് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല. എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് ഈ ഇളമണ്ണൂരിലെ പ്രദേശവാസികളൊപ്പം ഏനാധിപത്യ പഞ്ചായത്തും രംഗത്ത് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി ഒരു കാരണവശാലും കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും പ്ലാന്റ് സ്ഥാപിക്കുന്ന കാര്യത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം വലിയ നിത്യഹരിത മേഖലയാണ്, അതായത് വനങ്ങളോട് ചേർന്നൊരു പ്രദേശം കൂടിയാണ് ഈ പഞ്ചായത്തിന്റെ മേഖല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താതെ ഇത്തരത്തിൽ ആശുപത്രി മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് ഒരു കാരണവശാലും അത്തരമൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഹിയറിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങൾ ഈ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട്
മുദ്രാവാക്യം മുഴക്കിയത്. ഏതായാലും വലിയ പോലീസിന്റെ ഒരു സംരക്ഷണ ഒരു സുരക്ഷ കൂടി പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട്. IMA ഉദ്യോഗസ്ഥർക്കും അത്ര സുരക്ഷയുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അവതരിപ്പിക്കാനെത്തിയെങ്കിലും അതൊന്നും അനുവദിച്ചില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ IMA ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രദേശത്ത് കൃത്യമായ പഠനം നടത്തി 1 വർഷത്തിന് മുമ്പേ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള പഠനം നടത്തിയതിനു ശേഷമാണ് സർക്കാരിന്റെ അനുമതിയോട് കൂടിയാണ് ഇത്തരം ഒരു പ്ലാൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോയത്. സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തങ്ങൾ അതിൽ നിന്ന് പിന്മാറും എന്നുള്ള കാര്യം കൂടി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അത്തരം ജനങ്ങളുടെ ഇത്തരമുള്ള എതിർപ്പുകൾ അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊരു നിലപാട്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അടൂരിന് സമീപം ഇളമള്ളൂരിലാണ് ഈ ഒരു പ്രതിഷേധമുണ്ടായത്. ബയോമെഡിക്കൽ പ്ലാന്റിനെതിരെയാണ് ജനങ്ങളുടെ പ്രതിഷേധം. 21ാമത് മണപ്പുറം മിന്നലെ മീഡിയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മികച്ച ഇന്റർവ്യൂവർക്കുള്ള അവാർഡ് ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് ഏറ്റുവാങ്ങി. കൊച്ചിയിലെ ലേ മെറിഡിയനിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ റോയ് മണപ്പള്ളിൽ, പെഗാസസ് ചെയർമാൻ ഡോക്ടർ അജിത് രവി, ഡോക്ടർ P കൃഷ്ണദാസ് എന്നിവർ ചേർന്ന് പുരസ്കാരം വിതരണം ചെയ്തു. Very pleasant face that we're used to seeing on television. Hearty congratulations to you. ഗുരുവായൂരിൽ നാളെ വിവാഹങ്ങളുടെ തിരക്കാണ്. 400ഓളം വിവാഹങ്ങളാണ് നാളെ നടക്കുക. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡരികിലെ 2 വീലർ അടക്കമുള്ള എല്ലാ വാഹനങ്ങളുടെയും പാർക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ തുടങ്ങും. ഇതിനായി 6 കല്യാണ മണ്ഡപങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. മംഗളവാദ്യ സംഘത്തെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. വരനും വധുവുമായി വിവാഹ സംഘത്തിന് തെക്കേ നടയിൽ പ്രത്യേക പന്തലിലെത്തി വിശ്രമിക്കാം. 4 ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ 24 പേരെ മാത്രമേ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവ ബത്ത 7000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. പെൻഷൻകാർക്ക് 2500 രൂപയും കിട്ടുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ വർഷം യഥാക്രമം 6000 രൂപയും 2000 രൂപയുമായിരുന്നു ഉത്സവ ബത്ത. 35,600 ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും 7009 പെൻഷൻകാർക്കുമായി 26.67 കോടി രൂപയാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുക. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6680, പവന് 53,440. 18 ക്യാരറ്റ് ഗ്രാമിന് 5540, പവന് 44,320. വെള്ളി ഗ്രാമിന് 88, കിലോയ്ക്ക് 88,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും. നമ്മളെപ്പോലും സാധാരണക്കാര് ഈ